പണ്ട് മിക്ക വീടുകളിലും ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിരുന്നു ടേസ്റ്റിയും ഈസിയുമായിരുന്ന ചേമ്പ് കറി. ഇന്ന് പലരും അത് ഉണ്ടാക്കാറുണ്ട്. മിക്കവർക്കും ഇത് ഉണ്ടാക്കാനും അറിയാം. എന്നാൽ അറിയാത്തവർക്കായി ഈ ഈസി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പി ഷെയർ ചെയ്യുന്നു. കൊളക്കേഷ്യ എന്നോ താരോ എന്ന് പറയപ്പെടുന്ന ഈ ചേമ്പിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ചേമ്പ് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ച് കറിവേപ്പില, ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളം എന്നിവ ഒഴിച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും അടച്ചു വെച്ച് വേവിക്കുക. ചേമ്പ് വേകുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് 1 കപ്പ് ചിരകിയ തേങ്ങ, 2 വെളുത്തുള്ളി അല്ലി, 2 ഷാലറ്റ്സ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 തണ്ട് കറിവേപ്പില, അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കുക. ഇനി ചേമ്പ് വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ വെള്ളമൊക്കെ ഉണ്ടോ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ചേമ്പ് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ ചെറിയ ഒരു കഷ്ണം പുളി കൂടി ഇടുക. പുളി ഈ കറിക്ക് നല്ല ടേസ്റ്റ് നൽകും. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോൾ ചേമ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. കൂടുതൽ ചാറൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ സമയം ഇതിനകത്തെ പുളി വേണമെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാം. കൂടുതൽ പുളി വേണ്ടവർക്ക് അതവിടെ വീണ്ടും ഇട്ട് തിളപ്പിക്കാം. ഇനിയും ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് ഇളക്കി വേവിക്കുക. ഇപ്പോൾ ഇവിടെ ചേമ്പ് കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരു വറവ് നമ്മൾ തയ്യാറാക്കണം. അതിനായിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിടുക, ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കുക, കൂടെ വറ്റൽ മുളകും കറിവേപ്പിലയും ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് ഈ വറവ് കറിയിലേക്ക് ഒഴിക്കുക. കറിയിൽ ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ചേമ്പ് കറി റെഡിയായി. പഴയ ഓർമ്മ ഉണർത്തുന്ന ഈ ഡെലീഷ്യസ് കറി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.